ഹലോ. ഹായ്. കുറച്ച് പഴയ വീഡിയോ ആണേ. രാവിലെ കോട്ടയത്ത് ഒരു അമ്പലത്തിൽ പോകാനാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഈ പച്ചപ്പ് മാത്രമല്ല കേട്ടോ വഴിയിൽ കാണുന്നത്, നല്ല ഒത്തിരി ചെന്താമര പൂക്കളുമുണ്ട്. അതുകൊണ്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഒന്ന് മലരിക്ക് പോകാനും പ്ലാൻ ഇട്ടു. ഇവിടെ വരെ വന്നതല്ലേ, പിന്നൊന്നും ആലോചിച്ചില്ല. നേരെ മലരിക്കിലെത്തി. ഒരു 8:30-9 മണി ആയിട്ടുള്ളെങ്കിലും ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. നല്ല ചുട്ടു പൊള്ളുന്ന വെയിലാണ്. ഇവിടെ ദൂരെ നിന്നാൽ അമ്പലമൊന്നും കാണാനും വയ്യ. എന്തായാലും വള്ളത്തിൽ കയറിയേ പറ്റൂ. അങ്ങനെ മറഡോണയുടെ വള്ളത്തിൽ കയറി. നല്ല പൊള്ളുന്ന വെയിലാണെങ്കിലും പാടത്തിറങ്ങാൻ നല്ല സുഖമാണ് കേട്ടോ. ഇത്രയും ആമ്പൽ തൊട്ടടുത്ത് കാണുന്നത് വല്ലാത്തൊരു അനുഭവമാണേ. ദൂരെ നിന്നൊക്കെ ഒത്തിരി പേരാണ് ഈ ആമ്പൽ കാണാനായിട്ട് ഇങ്ങോട്ട് എത്തുന്നത്. ആദ്യമായിട്ട് വള്ളത്തിൽ കയറിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൂടിയുണ്ട് മിന്നുവിന്. അവിടെ നിന്ന് കയറി പകുതി എത്തിയപ്പോഴേക്കും ആമ്പൽ കൂമ്പി തുടങ്ങി. എങ്കിലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. വിശാലമായ പാടം ഏക്കർ കണക്കിന് ഇങ്ങനെ നീണ്ടു പരന്നു കിടക്കുവാണ് ആമ്പൽ. എല്ലാവരും പറിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് ചില സ്ഥലത്തൊക്കെ നല്ല ഗ്യാപ്പുണ്ട്. കുറച്ച് ആമ്പലൊക്കെ ഞങ്ങളും പറിച്ചെടുത്തു. വള്ളത്തിൽ പേടിച്ചിരുന്ന ടീംസൊക്കെ ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചൂടിൻ്റെ ശക്തിയും കൂടുന്നുണ്ട്. ഈ ആമ്പൽ പറിച്ചെടുക്കുന്നത് കൊണ്ടുപോയി വെള്ളത്തിൽ വച്ചാൽ 2 ദിവസം ഇങ്ങനെ തന്നെ വിരിഞ്ഞിരിക്കുമെന്ന് ഇവർ പറയുന്നുണ്ട്. ആമ്പൽ കാണാൻ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 7-7:30 ആകുമ്പോഴെങ്കിലും ഇവിടെ എത്തണം കേട്ടോ. എന്നാലേ ആ വിരിഞ്ഞ ആമ്പൽപ്പാടത്തിൻ്റെ ഭംഗി അതുപോലെ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പിന്നെ വെയിലും കാണില്ലല്ലോ. അതിനിടയിൽ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തെടുത്ത് അപ്പുറത്തെ വള്ളത്തിൽ ചേച്ചി ഫോൺ വെള്ളത്തിലിട്ടു. ഇനി അത് കിട്ടുമോ? ഒത്തിരി നേരമായിട്ട് അവർ ഫോൺ തിരയുവാണ്. ആഴം കുറവാണെങ്കിലും താഴെ നല്ല ചെളിയല്ലേ. വരുന്ന ആൾക്കാർ ഫോണും സാധനങ്ങളും ഒന്നും താഴെ പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞങ്ങൾ എന്തായാലും തിരിച്ചു കയറുവാണ്. നല്ല ചൂടായി തുടങ്ങി. കരയ്ക്കടുപ്പിക്കുവാണ് വള്ളം. ഇവിടെ ആമ്പലിൻ്റെ തൈയും വിത്തും ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ ഈ വെളുത്ത ആമ്പൽ നല്ല ബൊക്കെ പോലെ കെട്ടി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും ചൂടിന്ന് ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം. ബായ്. ഹായ്.